വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 7. സംരക്ഷണ മുദ്ര. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ആകെ 144,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. റൂബൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000. ആഷേർ ഗോത്രത്തിൽ നിന്ന് 12,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000. മനാസെ ഗോത്രത്തിൽ നിന്ന് 12,000. ശിമിയോൻ ഗോത്രത്തിൽ നിന്ന് 12,000. ലേവി ഗോത്രത്തിൽ നിന്ന് 12,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് 12,000. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് 12,000. ജോസഫ് ഗോത്രത്തിൽ നിന്ന് 12,000. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. വിശുദ്ധരുടെ പ്രതിഫലം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞു കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിനു മുമ്പിൽ കമിഴ്ന്ന വീട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും.